KPCC അധ്യക്ഷ സ്ഥാനമൊഴിയാൻ ഉപാധികൾ വെച്ച് കെ സുധാകരൻ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാക്കണം. നിയമസഭാ സീറ്റും 2 DCC അധ്യക്ഷ പദവിയും വേണമെന്നും ഉപാധി. പുതിയ അധ്യക്ഷനായി ആന്റോ ആന്റണിക്ക് സാധ്യത കൂടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നു അതുപോലെ മുന്നോട്ട് പോകും എന്നാണ്. എന്നാൽ ഇപ്പോൾ ഉപാധികൾ വെച്ചു എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഉപാധിയായി പറയുന്നത്? അതുപോലെ തന്നെ ഇനി ഈ അധ്യക്ഷനായി ആന്റോ ആന്റണിക്ക് എത്രമാത്രം സാധ്യതയാണുള്ളത്? സംഗീത, ഇന്ന് വൈകിട്ടും നാളെയുമായിട്ട് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുമായിട്ട് യോഗമാണ്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അംഗങ്ങൾ, ഉദാഹരണമായിട്ട് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതുപോലെ കേരളത്തിൽ ചുമതലയുള്ള AC ജനറൽ സെക്രട്ടറി, അതുപോലെ ജയറാം രമേശ് എന്നിവരുമായ ഒറ്റക്കൊറ്റക്കുള്ള ഒരു ചർച്ചകൾക്കാണ് നേതാക്കളെ വിളിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൂട്ടായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങളെക്കുറിച്ചുള്ള യോഗം ചർച്ച ചെയ്യും. ഈ യോഗത്തിന് മുമ്പെയാണ് താൻ സ്ഥാനമൊഴിയുണ്ടെങ്കിൽ തന്നെ സംബന്ധിച്ചോളം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ ഒരു പരിഗണന നൽകണം, പ്രവർത്തക സമിതി അംഗത്തെ ക്ഷണിതാവാക്കണം, അതേപോലെ തന്നെ നിയമസഭയിൽ മത്സരിച്ചിട്ട് മന്ത്രിസ്ഥാനത്തിലേക്കുള്ള ഒരു അവസരം നൽകണം. കാരണം അടുത്ത UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ടാവും. ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് ഇദ്ദേഹം സുധാകരൻ ലക്ഷ്യമിടുന്നത്. കാരണം ലീഗിന് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതേപോലെ കോൺഗ്രസിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആ ഉപമുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് ഉറപ്പ് നൽകണമെന്നൊരു ആവശ്യമാണ് കെ സുധാകരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും താൻ ഇപ്പോൾ ഒഴിയാൻ തയ്യാറാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ല കാര്യങ്ങളിലേക്ക് സുധാകരൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തൻ്റെ കൂടെ എപ്പോഴും നിന്ന ലിജു, അതേപോലെ തന്നെ ജയന്ത് എന്ന KPCC സെക്രട്ടറിമാരെ, ജനറൽ സെക്രട്ടറിമാരെ അവരുടെ സംരക്ഷണം ഉറപ്പാക്കണം. ഒരാളെ DCC കോഴിക്കോട് പ്രസിഡന്റ് ആക്കണം, മറ്റേ അദ്ദേഹത്തിന് ഉയർന്ന ആലപ്പുഴയായിരുന്നെങ്കിൽ നല്ലൊരു പദവി നൽകി സംരക്ഷിക്കണമെന്നൊരു ഉപാധി കൂടി വെച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം അനുസരിച്ച് താൻ ഒഴിയാൻ തയ്യാറാണ്. തനിക്ക് ഉറപ്പുകൾ വേണം, അല്ലെങ്കിൽ അത് ഉറപ്പാക്കണം എന്നുള്ളൊരു നിലപാടാണ് സുധാകരൻ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനും സുധാകരനെ അനുനയിപ്പിച്ചൊരു മാറ്റമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉപാധികൾക്ക് ഒരു ഉറപ്പ് സ്ഥാനം ലഭിക്കുമെന്ന് തന്നെയാണ് സൂചന. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ KPCC പുതിയ അധ്യക്ഷൻ വന്നിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പേ KPCC അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്തിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റി. ഞാൻ ഇന്നലെ ചാനലിലാണ് ഒരു ചർച്ചയും നടക്കുന്നില്ല. ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവർ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അവരെടുക്കും. ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്നലെ KPCC യോഗം കഴിഞ്ഞുള്ളൂ. ഇന്നലെ രാവിലെ വാർത്തയാണ് കംപ്ലീറ്റ്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇപ്പോ അല്ല, അതെനിക്കറിയില്ല. നിങ്ങൾ വാർത്ത കൊടുക്കുന്ന നിങ്ങളാണ് പറയേണ്ടത് എവിടെ നിന്ന് കിട്ടിയെന്ന്. അല്ല, അത് ഈ കേരളത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ഇലക്ഷൻ നടക്കാൻ പോണ ബീഹാറിലെ, ബംഗാളിലെ, ആസാമിലെ എല്ലാം ഓരോ ദിവസമായിട്ട് നടക്കും, ഓരോ സമയമായിട്ട് നടക്കും. പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ, അതിന്റെ റോഡ് മാപ്പ് നിശ്ചയിക്കുന്ന. 1 വർഷം മുമ്പ് അങ്ങനെ ACC ചെയ്യും. എല്ലാ സംസ്ഥാനങ്ങളെയും വിളിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കത് അറിയാം. എന്നിട്ട് ഇത് കേരളത്തിൽ മാത്രം ഇവിടുത്തെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് സംസാരിക്കും. ഈ അടുത്ത വർഷം 2026 ഇലക്ഷൻ നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനത്തെയും നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഈ കോൺഗ്രസിൽ തർക്കമാണ്, കോൺഗ്രസിൽ ബഹളമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത കൊടുക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തർക്കമില്ല. ഒരു പാർട്ടിയിലുള്ള തർക്കവും ഞങ്ങളുടെ പാർട്ടിയിലില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. അല്ല, അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ, അതിനെന്താണ്? അദ്ദേഹം ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അദ്ദേഹമായിട്ട് വഴക്കിട്ടോ, പിണങ്ങിയോ? ഒന്നുമില്ല. അതിന്റെ ബെസ്റ്റ് നല്ല ചോദ്യം. എന്നിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് അത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് ചോദിക്കണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല. ഞങ്ങളിവിടെ വളരെ ഗൗരവമായിട്ട് ഇത് UDF മുഴുവൻ ദിവസം യോഗം ചേരുവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം KPCCയുടെ യോഗം ചേർന്നു. ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസിലേക്ക് കയറണം എന്തിനാ? അത് ഞങ്ങളുടെ അജണ്ട. അത് ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു പുറത്തു പറയുന്നത് ശരിയല്ലല്ലോ.
ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട്, തീരദേശ പദയാത്രയുടെ കാര്യം, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ അവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അജണ്ട ഞാൻ രാവിലെ നിങ്ങളോട് എല്ലാവരും വലിയൊരു തിരിച്ചടി ഉണ്ടായില്ലേ യു ഡി എഫിന്? അങ്ങനെ തിരിച്ചടി യു ഡി എഫിന് എന്താണ്? യു ഡി എഫിന്റെ ഏതെങ്കിലും സീറ്റ് കുറഞ്ഞു, ഞങ്ങളുടെ എണ്ണം കൂടി. തിരിച്ചടി എന്തായത് ആർക്കാ? എൽ ഡി എഫിനാണ് തിരിച്ചടി ഉണ്ടായത്. എൽ ഡി എഫിന് ഞങ്ങൾക്ക് 10 ഉണ്ടായിരുന്നാണ്, 9 ഉണ്ടായിരുന്നാണ് 13 ഒന്ന് സ്വതന്ത്രം, 9 ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് 13 20 ഉണ്ടായിരുന്നത് 16 CPM-ന്. അപ്പൊ ആർക്കാ അതിന്റെ തിരിച്ചടി? ആർക്കാ? അല്ല, എനിക്ക് മനസ്സിലായല്ല. തിരുവനന്തപുരത്തെ കാര്യം വിട്. തിരിച്ചടി ആർക്കാ തിരിച്ചടി? 9 ഉണ്ടായിരുന്നത് 13 ഞങ്ങൾക്കാണ് തിരിച്ചടി, 20 ഉണ്ടായിരുന്നത് 16 LDF-നാണ് തിരിച്ചടി. ഇത് എന്ത് കണക്കാണിത്? സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ പ്രസ്താവന പിന്നോക്കം പോയിട്ടില്ല. താങ്കൾ കൺവിൻസ് ചെയ്യുന്നു പറഞ്ഞു ഇടയ്ക്ക് വെച്ച്. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതൊന്ന് രാവിലെ നല്ലൊരു ദിവസമായിട്ട് രാവിലെ എന്റെ നിന്ന് കോൺഗ്രസിനെതിരായിട്ടോ UDF-നെതിരായിട്ടോ അല്ലെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരായിട്ടോ ഒരു വാർത്ത കിട്ടൂല. അല്ലത് വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ്. കാരണം 12 നോട്ടിക്കൽ മൈലിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അതായത് 48 മീറ്റർ തൊട്ട് 62 മീറ്റർ വരെ ആഴത്തിൽ ചെയ്യാണ്. ഇപ്പോ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കൊല്ലം എന്ന് പറയുന്നത് കൊയിലോൺ ബാങ്ക് എന്ന് പറയും, കൊല്ലം പരപ്പാണ്. ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമൃദ്ധിയുള്ള സ്ഥലമാണ്. അതിലെ ഫ്ലോറ ആൻഡ് ഫോണ മുഴുവൻ സസ്യ ജന്തുജാലങ്ങളും നശിച്ച് മത്സ്യത്തിന്റെ പ്രജനനം മുഴുവൻ പോയി, മുഴുവൻ മത്സ്യവും പോകും. മാത്രമല്ല അവിടെ വലിയ ധാതു നിക്ഷേപമുണ്ട്, ഇൽമനൈറ്റ് റൂട്ടയിലുണ്ട്, വലിയ കച്ചവടമാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ ഒരു പുനഃസംഘടനയുടെ കാര്യത്തിലാണ് അദ്ദേഹം പ്രതികരണം നൽകിയത്. K സുധാകരൻ മാറുക, അത്തരം കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല, അത്തരം ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. അതെല്ലാം മാധ്യമങ്ങൾ പറയുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ പരത്തുന്ന വാർത്തകൾ മാത്രമാണ്. ഇതൊക്കെ എവിടെ നിന്നാണ് ഇത്തരം ചർച്ചകൾ വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് വാർത്തകളെല്ലാം ഇപ്പോൾ ഉയർന്നു വരുന്ന അഭ്യൂഹങ്ങളെല്ലാം തന്നെ അദ്ദേഹം തള്ളുകയാണ് ചെയ്യുന്നത്. ആരും കോൺഗ്രസിന്റെ നെഞ്ചത്തേക്ക് കയറണ്ട എന്നുള്ളതാണ് ഇപ്പോൾ VD സതീശൻ പറയുന്നത്. ശരത് ലാലാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങനെയല്ല, അത് തള്ളുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്തത്. അത്തരം അഭ്യൂഹങ്ങൾ അതെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്, ഒരു ചർച്ചകളും ഇത് സംബന്ധിച്ച് നടക്കുന്നില്ല എന്നാണ് VD സതീശൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്താണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വാതി, VD സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷനോ ഇത് സംബന്ധിച്ച് ഒരു പരസ്യ പ്രകടനം നടത്താൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ PCC പ്രസിഡന്റ് മാറ്റി, അതേപോലെ തന്നെ ഒഡീസയിലെ PCC പ്രസിഡന്റ് മാറ്റി, PCC പ്രസിഡന്റുകളെ പൂർണ്ണമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമം AICC നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ ഇവിടെ നിന്നൊരു തീരുമാനമെടുത്ത് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ജനാധിപത്യ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ സംസ്ഥാനങ്ങളെയും പ്രമുഖ നേതാക്കളെ വിളിച്ചു വരുത്തി അവരുമായിട്ട് ആശയവിനിമയം നടത്തി അതിനുശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുക എന്നൊരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ AICC നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ തെലങ്കാനയിൽ ഇന്നലെ യോഗമുണ്ടായിരുന്നു. തെലങ്കാന പുതിയ DCC പ്രസിഡന്റുമാരെ സംബന്ധിച്ച് സ്വാഭാവികം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന എല്ലാ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പില്ലല്ലോ. VD സതീശൻ തെരുമാലയിൽ തെരഞ്ഞെടുപ്പില്ല. ഇന്നലെ തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും അതേപോലെ തന്നെ എല്ലാ നേതാക്കളെയും വിളിച്ച് ആശയവിനിമയവും സംഘടന ശക്തിപ്പെടുന്നതിനെക്കുറിച്ച് ഏതൊക്കെ DCCകൾ മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ചയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം നടന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിലെ PCC അധ്യക്ഷനെ മാറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ല AICC നടക്കുന്നത്, തെരഞ്ഞെടുപ്പ് നടക്കാത്ത സംസ്ഥാനങ്ങൾ, തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ സംസ്ഥാനങ്ങളിലും സംഘടനാ ചുമതലകൾ നൽകുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചോളം അത് തന്നെയാണ് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ ഉപാധികൾ വെച്ചു K സുധാകരൻ എന്നുള്ള ഒരു വാർത്തയാണ് കേന്ദ്രത്തിൽ നിന്നും വരുന്നത്. എന്നാൽ അത്തരം വാർത്തകളെല്ലാം VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളുകയാണ്. അത്തരം പരസ്യ പ്രസ്താവനകളിലേക്ക് ഇപ്പോൾ നേതാക്കൾ കടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.